നിങ്ങൾക്ക് നാണമുണ്ടോ? ഇതൊരു ഷോ അല്ലേ? ഇവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഞങ്ങൾ കാണാത്ത കാര്യം നിങ്ങൾ എങ്ങനെ കണ്ടു? നമ്മൾ ആരും കണ്ടിട്ടില്ല, 72 ക്യാമറയും കണ്ടിട്ടില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ കണ്ടു? ഇതൊരു ഷോയാണ്. ഈ ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമല്ലേ? നാണമുണ്ടോ നിങ്ങൾക്ക്? ഇറങ്ങിപ്പോ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. ഈ വിഷയം ഇങ്ങനെ തന്നെ ചോദിക്കുമെന്ന് ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞാണ്. എല്ലാവരെയും ഒരുപോലെ കാണും ലാലേട്ട, എല്ലാവരെയും ഒരുപോലെ കാണുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്പോൾ എല്ലാവരെയും ഒരുപോലെ അല്ലല്ലോ കാണുന്നത്. ഞാനിത് മുമ്പേ പറഞ്ഞാണ്. ജിസേലിനെ ഈ വിഷയത്തിൽ ജിസേലിനെ ആര്യനെയും അവിടെ തലോടും, അനുവിനെ എടുത്തിട്ട് പൊരിക്കും. അതുപോലെ തന്നെയാണ് നടന്നിരിക്കുന്നത്. കാരണം ഇത്രയും നമ്മൾ കണ്ടയാണ്, എല്ലാവരും ലൈവിനകത്ത് കണ്ടയാണ് ആ ഒരു സാധനം. അങ്ങനെയാണെങ്കിൽ ആ ഒരു വീഡിയോ എടുത്തിട്ട് കാണിക്കുക, ആ ഒരു വീഡിയോ എടുത്തിട്ട് കാണിക്കണം അവിടെ എന്താ സംഭവിച്ചതെന്ന്. അനു ഇപ്പോഴും ആ ഒരു ഇതിൽ ഉറച്ചിരിക്കുവാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അനു പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ കാണാത്തതിന് ഇപ്പം ഞാനും ചെയ്യാനാ. ഇതുപോലെ കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാതെ പോയിട്ടുണ്ട് ബിഗ് ബോസ് അല്ലേ. പ്രേക്ഷകർ ലൈവിലൂടെ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്, ബിഗ് ബോസ് അതൊന്നും കാണാതെ പോയിട്ടുണ്ട്. ഇപ്പം തന്നെ കഴിഞ്ഞ ഈ സീസണിൽ തന്നെ എത്ര കാര്യങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ, കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ചോദിക്കാൻ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പോലും ചോദിച്ചിട്ടില്ല. ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാണാത്ത കാര്യം നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നടന്ന പല കാര്യങ്ങളും ബി കണ്ടിട്ടും റിയാക്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്തൊന്നും അവിടെ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. ബിഗ് ബോസും പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടില്ല, അതുപോലെ ലാലേട്ടനും ചോദിച്ചിട്ടില്ല അല്ലേ. ഇന്നലെ ലൈവിനകത്ത് ബിന്നിയും റെന ഫാത്തിമയും കൂടെ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ വിഷയത്തെ പറ്റിയിട്ട് അവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വിഷയം അനു മാത്രമല്ല അവിടെ സംസാരിച്ചിട്ടുള്ളത്, ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരും അവിടെ പറഞ്ഞിട്ടുണ്ട്. അനു അത് അത് തുറന്ന് സംസാരിച്ചത്, തുറന്ന് ചോദിച്ചത്, നേരിട്ട് ചോദിച്ചത് അനു മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഈ കാര്യം അവിടെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ ആൾക്കാരുടെ അടുത്തും ഇത് ചോദിക്കണം. അനുവിനെ മാത്രം ക്രൂശിക്കുന്നത് ശരിയല്ല ഈ ഒരു വിഷയത്തിൽ. പിന്നെ അനു കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സമയത്തെ ലൈവിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ കാണിക്കണം. എന്തായാലും ആ ഒരു വിഷ്വൽ കാണുമല്ലോ, പല വിഷ്വലും കാണിക്കുന്നതാണല്ലോ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതുപോലെ ഒരു വൃത്തികേട് കാണിച്ചതിന് കുഴപ്പമില്ല, അത് കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് സംസാരിച്ചതും അതിനെ പറ്റിയിട്ട് പറഞ്ഞതുമാണ് കുഴപ്പം. ആ വീട്ടിലെ എല്ലാ ആൾക്കാർക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുവിന് മാത്രമല്ല പങ്കുള്ളത്, ആ വീട്ടിലെ എല്ലാ ആൾക്കാർക്കും പങ്കുണ്ട്. ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ചോദിക്കാനും സംസാരിക്കാനും അവിടെയുള്ള എല്ലാ ആൾക്കാരും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അനുവിനെ കൊണ്ട് നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും പങ്കുണ്ടല്ലോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജിസേലും ആര്യനും എന്തൊക്കെയാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത്, എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പം ജിസേലും ആര്യനും അനുവിൻ്റെ അമ്മയെ പറ്റിയിട്ട് മോശമായിട്ടൊക്കെ വരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും അതിനെതിരെയൊന്നും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല, കഴിഞ്ഞ ഇതിന് നമ്മളാരും കണ്ടിട്ടില്ല അല്ലേ. ഇത് ഇത്രയും ചെറിയൊരു സിമ്പിളായി ചെറിയൊരു കാര്യമാണ്, വലിയ പ്രശ്നമൊന്നുമല്ല, ചെറിയൊരു കാര്യം. അപ്പം അവരവിടെ ഒരുമിച്ച് കിടക്കുന്നു, കുഴപ്പമായിട്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പം അങ്ങനെ ആണെങ്കിൽ ആ വീഡിയോ കാണിക്കണം, എടുത്തിട്ട് കാണിക്കണം, കാണിച്ചിട്ട് അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് തെളിയിക്കണം. അതാണ് വേണ്ടുന്നത്. അല്ലാതെ ഒരാളെ മാത്രം വന്നിരുന്നിട്ട് ഫയർ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം ഈ പ്രൊമോ നമുക്ക് പറയുന്ന പോലെ അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് ഇച്ചിരി ചൂടായിട്ടാണ് ലാലേട്ടൻ ചോദിക്കുന്നത്, നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന കാര്യം ഞങ്ങൾ കണ്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇച്ചിരി ഫയറായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. പക്ഷെ അനുവിനെ മാത്രം ഫയർ ചെയ്യുവാണെങ്കിൽ അത് ശരിയല്ല. ഇവിടെ അനുമോള് കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതുപോലെ 100% കോൺഫിഡൻസ് ആയിട്ടാണ് അനുമോള് പറഞ്ഞിട്ടുള്ളത്. ഈ ലാലേട്ടൻ്റെ ഈ ബിഗ് ബോസിന്റെ ഈ പ്രൊമോയ്ക്കകത്തും അത് അനുമോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഉറച്ചിരിക്കുന്നു. അപ്പം അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ബിഗ് ബോസ് ഫുള്ള് എഡിറ്റഡ് വെർഷനാണ്, ലൈവ് അല്ല നമ്മളവിടെ കാണുന്ന, പലതും എഡിറ്റഡ് ആണെന്ന് ഇപ്പം ഇതിൽ നിന്നൊരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പം എന്തായാലും എപ്പിസോഡ് വരട്ടെ, എപ്പിസോഡ് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. പിന്നെ 2 പേര് ഔട്ടായെന്ന് പറയുന്നിട്ട്, ഒന്ന് അപ്പാനി ശരത്തും അതുപോലെ രേണുസുതി പിന്നെ അവിടെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല, വെറും വേസ്റ്റ് കണ്ടസ്റ്റൻസ് ആണ് രേണുസുതി. പുള്ളിക്കാരി പോകുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല, പുള്ളിക്കാരി മുമ്പേ പറഞ്ഞു വേണ്ടായിരുന്നു. പുള്ളിക്കാരി വാക്കൗട്ട് ചെയ്തെന്നാണ് പറയുന്നത്, ഉള്ളതെന്ന് അറിയത്തില്ല. പക്ഷെ അപ്പാനി ശരത്ത് ഔട്ടായിട്ടുണ്ട്. അപ്പാനി ശരത്തിനെക്കാളും എത്രയോ ഇതാണ് ശൈത്യ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നി. അപ്പാനി ശരത്ത് ഒന്നുമില്ലെങ്കിലും പുള്ളി കുറച്ച് കോമഡിക്കുള്ള വകയൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എപ്പിസോഡ് വരട്ടെ, എപ്പിസോഡ് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുമോ. ഇപ്പോൾ അനുമോളും ജിസയിലും ആരുമായിട്ടുള്ള പ്രശ്നത്തിൽ ലാലേട്ടൻ്റെ ഈ ഒരു ഫയറിങ് ശരിയാണോ അല്ലെന്നൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. എൻ്റെ അർത്ഥത്തിൽ ഞാൻ പറയുന്നല്ലോ, ഞാൻ ഇതിന്
ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇതിന് ഞാൻ ഈ ഒരു പ്രൊമോയ്ക്കകത്ത് ലാലേട്ടൻ അനുവിനെ മാത്രം ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയേ അല്ല. അവിടെ പല കാര്യങ്ങളും അവിടെ മുമ്പേ നടന്നിട്ടുണ്ട്. അതിനെയൊന്നും ബിഗ് ബോസ് റിയാക്ട് ചെയ്തിട്ടില്ല. പലരും പല രീതിയിൽ മോശവാക്കുകളും അതുപോലെ അനുമോളെ ആരും ചവിട്ടിയിട്ട് വരെ ഉണ്ട്. അപ്പൊ അതൊന്നും ചോദിച്ചിട്ടില്ല. അമ്മയെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും ചോദിക്കാതെ ഈ ഒരു കാര്യത്തിൽ എടുത്തിട്ട് അങ്ങനെ ഫയറാക്കി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത്രയ്ക്ക് വലിയ തെറ്റൊന്നും അനുമോൾ അവിടെ ചെയ്തിട്ടില്ല. പിന്നെ ഈ അനുമോള് സദാചാരമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇവിടെ ആര്യനും അതുപോലെ ജിസയിലൊക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, പല അലിഗേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം എന്തുകൊണ്ട് പറയുന്നില്ല, സംസാരിക്കുന്നില്ല? ഇവിടെ ലാലേട്ടനായിക്കോട്ടെ ഈ ആര്യനൊക്കെ ഒരുപാട് ബാഡ് വേർഡ്സും അതുപോലെ ഹാരാസ്മെന്റ്, ഒരുപാട് ബുള്ളിങ് വരെ നടത്തിയിട്ടുണ്ട് അനുമോൾക്കെതിരെ പല ആൾക്കാരും. അതൊന്നും ഈ ലാലേട്ടൻ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രൊമോ കണ്ടിട്ട് ചിലപ്പം ഈ പ്രൊമോ കണ്ട് നമുക്ക് അങ്ങനെ വിശ്വസിക്കാനും പറ്റത്തില്ല. ഇപ്പം നമ്മളിത് വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ പറയുന്നത് മൊത്തം അനുമോക്കെതിരെയായിട്ടുള്ള ഒരു ഫയറിംഗ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് ഈ നാണമുണ്ടോന്നൊക്കെ ചോദിക്കുന്നത് ചിലപ്പോൾ ഇനി ഈ ജിസേലിൻ്റെ അടുത്തോ ആര്യൻ്റെ അടുത്തോ ഒക്കെ ആണോന്നും അറിയത്തില്ല. എന്തായാലും എപ്പിസോഡ് വരുമ്പോഴേ ഇത് കറക്റ്റായിട്ടുള്ള കാര്യം മനസ്സിലാവും. പിന്നെ ഇപ്പം ബിഗ് ബോസ് പറയുന്നുണ്ടല്ലോ, ഇപ്പം ലാലേട്ടൻ പറയുന്നുണ്ടല്ലോ നാണമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഇപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം പുറത്ത് എയർ ചെയ്ത് വിടേണ്ട കാര്യമില്ല. എന്നാൽ ഇപ്പം പിറ്റേന്നത്തെ കാര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്, എപ്പിസോഡിലും കാണുന്നത്, അതുപോലെ ലൈവിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ലൈവ് തന്നെ ഓൾറെഡി ട്രിം ചെയ്തിട്ടുള്ള വെർഷനാണ്. അത് ഫുള്ള് ലൈവ് അല്ല വരുന്നത്, അതിനകത്ത് തന്നെ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവം ഈ അനുമോള് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അവർക്ക് കട്ട് ചെയ്ത് കളയായിരുന്നല്ലോ. ഇത് ജനങ്ങളെ കാണിച്ചത് ബിഗ് ബോസ് തന്നെ ആണല്ലോ. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും, ജനങ്ങളെ ഭാഗത്തുനിന്നും അതൊരു ചോദ്യം വരും. അനുമോള് പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണോ കള്ളമാണോ? ആ രംഗങ്ങളൊക്കെ ജനങ്ങളും കണ്ടതാണ്. വകുപ്പിന്റെ അടിയിലുള്ള രംഗങ്ങളൊക്കെ ജനങ്ങളും കണ്ടതാണ്. അപ്പൊ അവിടെ നടക്കുന്നത് സത്യമാണോ അല്ലയോ എന്നൊക്കെ ജനങ്ങൾക്കും അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ട് ആ ഒരു വിഷ്വലും കാണിക്കണം. വിഷ്വല് കാണിച്ചിട്ട് അങ്ങനെ നടന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പോഴും അനുമോള് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് ചിലപ്പം തോന്നിയതായിരിക്കും അല്ലെന്നൊക്കെ, എന്നാലേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷെ ഇപ്പോഴും അനുമോള് ഉറച്ചു തന്നെയാണ് ഈ ഒരു വിഷയത്തിനകത്ത് നിൽക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരും കോണ്ടന്റ് തന്നെയാണ്, ഇതും ബിഗ് ബോസിൻ്റെ ഒരു കോണ്ടന്റ് തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു കാര്യം ബിഗ് ബോസ് വെളിയിലോട്ട് വിടത്തില്ലല്ലോ, അവർ കട്ട് ചെയ്ത് കളയത്തേ ഉള്ളായിരുന്നു. ഇത് വെളിയിൽ ഭയങ്കര പ്രശ്നമാവും, അത് വലിയൊരു അലിഗേഷൻ ആണെന്നൊക്കെ ആണെന്ന് ഇവർക്ക് മനസ്സിലാവുമെങ്കിൽ ഉറപ്പായിട്ട് ഇവർ വെളിയിൽ വിടത്തില്ല. അപ്പം ഇത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടൊരു കോണ്ടന്റ് ഉള്ള രീതിയിലാണ് ഇത് ബിഗ് ബോസ് തന്നെ വെളിയിലോട്ട് വിട്ടേക്കുന്നത്. ഇതൊക്കെ ഭയങ്കര രീതിയിൽ ചർച്ചയാവും, TRP കൂടും എന്നുള്ളവരെയൊക്കെ ഇവർക്ക് നല്ലോണം അറിയാം. ഇതൊക്കെ അങ്ങ് ചോദിച്ചു വിടാവുന്ന കേസ് കെട്ടുകളേ ഉള്ളൂ. പക്ഷേ ഇതിലും വലിയ രീതിയിൽ ഫയർ ചെയ്യേണ്ട കേസ് കെട്ടുകളൊക്കെ ഈ കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ. മസ്താനി ഫിംഗർ കാണിച്ചെന്ന് പറയുന്നുണ്ട്, അതുപോലെ റെന ഫാത്തിമയെ ചീത്ത വിളിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിലും വലിയ ചീത്തകളൊക്കെ അപ്പാനി വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പം ഇതിലും വലിയ രീതിയിൽ ഫയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇത് ചോദിക്കുക അങ്ങനെ നടന്നിട്ടുള്ളത്, ഇത് അത്ര ഫയർ ചെയ്യേണ്ട വിഷയമൊന്നുമല്ല. ഇങ്ങനെ നടന്നിട്ടുണ്ട്, കണ്ടോ ഇല്ലയെന്ന് ചോദിക്കുക. അപ്പോൾ അനുമോള് കണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ വിഷയം കാണിച്ചു കൊടുക്കുക. അതിനകത്തൊന്നും ഇല്ലെങ്കിൽ ഓക്കെ, അത് അനുമോക്ക് തന്നെയല്ലേ തിരിച്ചടി കിട്ടുന്നത്. അപ്പോൾ ഇത് ഇത്രയും വലിയ ഫയറായിട്ടൊന്നും കാണിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ പറഞ്ഞ ഇപ്പം BB ഈ ഒരു കാര്യത്തെ പറ്റി ഭയങ്കര രീതിയിൽ ലാലേട്ടൻ വന്ന് റിയാക്ട് ചെയ്തല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ മുമ്പേ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, അതും റിയാക്ട് ചെയ്യണമായിരുന്നു. കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ ചോദിക്കും എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പോലും ചോദിച്ചിട്ടില്ലായിരുന്നു അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ്. എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവം എന്ന്, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഇതിൽ അനുമോൾക്കാണോ നിങ്ങൾ സപ്പോർട്ട്, അതുപോലെ ആരിനാണോ സപ്പോർട്ട്, ജിസേലിനാണോ സപ്പോർട്ട്, ലാലേട്ടൻ ഈ ഫയർ ചെയ്തത് ശരിയായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ പറയുക. അതുപോലെ ഈ ഫയർ ചെയ്തത് ഇനി ജിസേലിനെയോ ആരിനെയോ ആണോന്നും അറിയത്തില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് കാണാം. See you.